ബഹിരാകാശ ലോകത്ത് നിന്നും അത്യന്തം ഗൗരവകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ എമർജൻസിയെ തുടർന്ന് ദൗത്യം പാതിവഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങാൻ നാസ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ചെറിയ ബഹിരാകാശ പേടകത്തിനുള്ളിൽ ആർക്കെങ്കിലും പെട്ടെന്ന് അസുഖമുണ്ടായാൽ അല്ലെങ്കിൽ സുഖമില്ലാതെ ആയാൽ എന്തു ചെയ്യുമെന്ന്? സാധാരണ നമ്മൾ ഡോക്ടറെ കാണാൻ പോകും പോലെ അവിടെ നടക്കില്ല. അത്തരത്തിൽ വളരെ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കടന്നു പോകുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മെഡിക്കൽ റീസൺ കാരണം ഒരു സംഘം ആസ്ട്രോനോട്ടുകളെ ഭൂമിയിലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ് നാസ. എന്താണ് ഈ അസുഖമെന്നോ ആർക്കാണ് അസുഖമുള്ളത് എന്നോ നാസ വെളിപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഈ മെഡിക്കൽ ഇവാക്യുവേഷൻ ഇപ്പോൾ വലിയ ആഗോള വാർത്തയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ക്രൂ 11 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് 4 അംഗങ്ങൾ ISSലേക്ക് പുറപ്പെട്ടത്. അമേരിക്കൻ ആസ്ട്രോനോട്ടുകളായ മൈക്ക് ഫെൻകെ, സീന കാർഡ്മാൻ, ജപ്പാൻ സ്വദേശി കിമിയ യുയി, അതുപോലെ റഷ്യൻ കോസ്മോനോട്ട് ഒലെഗ് പ്ലാറ്റനോവ് ഇവരായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. ഫെബ്രുവരി അവസാനം വരെ നീളേണ്ടിയിരുന്ന ഇവരുടെ 6 മാസത്തെ ദൗത്യമാണ് ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ജനുവരി 8 നടക്കേണ്ടിയിരുന്ന വർഷത്തെ ആദ്യത്തെ സ്പേസ് വാക്ക് പെട്ടെന്ന് മാറ്റിവെച്ചതോടെയാണ് ലോകം ഈ വിവരം അറിയുന്നത്. മൈക്ക് ഫെൻകെയും സീന കാർഡ്മാനും നിലയത്തിന് പുറത്തിറങ്ങി സോളാർ പാനലുകളുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതായിരുന്നു. എന്നാൽ യാത്രികരിൽ ഒരാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാസ ഈ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് നാസ ഇത്രയും ഗൗരവമായി ഈ പ്രശ്നത്തെ കാണുന്നത്? സാധാരണ നിലയിൽ ചെറിയ പല്ലുവേദനയോ തലവേദനയോ ഒക്കെ വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ISSലുണ്ട്. ഫ്ലൈറ്റ് സർജന്മാരുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ നൽകാനും സാധിക്കും. എന്നാൽ ഇത്തവണത്തെ പ്രശ്നം സീരിയസ് ആണെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജേറഡ് എക്സ്മാൻ പറയുന്നുണ്ട്. ബഹിരാകാശത്തെ മൈക്രോ ഗ്രാവിറ്റി അന്തരീക്ഷത്തിൽ കൃത്യമായ രോഗനിർണയം നടത്താൻ സാധിക്കില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു റിസ്ക് എടുക്കാൻ നാസ തയ്യാറല്ല. ആസ്ട്രോനോട്ടുകളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന എന്ന നിലപാടിലാണ് ഏജൻസി ഇപ്പോൾ. നിലവിൽ അസുഖബാധിതനായ യാത്രികൻ സ്റ്റേബിൾ ആണെന്നും എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്രയും വേഗം ഭൂമിയിൽ എത്തിക്കേണ്ടതുണ്ടെന്നും നാസ വ്യക്തമാക്കി. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ എൻഡവർ പേടകത്തിലായിരിക്കും 4 അംഗ സംഘം ഉടൻ ഭൂമിയിലേക്ക് തിരിക്കുക. വരും ദിവസങ്ങളിൽ തന്നെ അൺഡോക്കിംഗ് പ്രക്രിയകൾ പൂർത്തിയാകും. അടുത്ത ദൗത്യമായ ക്രൂ 12 നിലയത്തിലേക്ക് എത്തുന്നതിന് മുൻപേ ഇവരെ തിരിച്ചെത്തിക്കാനാണ് പ്ലാൻ. നിലവിൽ ISSൽ മറ്റു 3 യാത്രികർ കൂടി താമസിക്കുന്നുണ്ട്. ക്രിസ് വില്യംസ് ഉണ്ട്, സെർജി മിഖായേവ് ഉണ്ട്, സെർജി കുഡ്സെർസ്കോവ്. ഇവർ അവിടെ തുടരും എന്നാണ് വിവരം. ഇത് ISSലെ ദൈനംദിന പരീക്ഷണങ്ങളെയും അറ്റകുറ്റപ്പണികളെയും അല്പം ബാധിച്ചേക്കാം എന്തായാലും. ഇനി ISSലെ മെഡിക്കൽ സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്നറിയാം. ബഹിരാകാശത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒന്നും ഇല്ല എങ്കിലും അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. ISSലെ ഹെൽത്ത് മെയിൻ്റനൻസ് സിസ്റ്റം HMS പ്രകാരം അവിടെ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. മെഡിക്കൽ കിറ്റ്, ചെറിയ മുറിവുകൾക്കും അസുഖങ്ങൾക്കും വേണ്ടിയുള്ള മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും ഇതിലുണ്ട്. അടുത്തത് ഡിഫിബ്രിലേറ്റർ, അതായത് കാർഡിയാക് അറസ്റ്റ്, ഹൃദയസ്തംഭനം പോലുള്ള സാഹചര്യങ്ങൾ നേരിടാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വെന്റിലേറ്റർ ആൻഡ് ഓക്സിജൻ, അതായത് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നാൽ ഉപയോഗിക്കാനായിട്ടാണ് ഇവ ഉള്ളത്. യാത്രികർ എല്ലാവരും പ്രാഥമിക ചികിത്സയിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ്. എന്നാൽ സ്കാനിംഗ് മെഷീനുകളോ വലിയ ലാബ് ടെസ്റ്റുകളോ അവിടെ അസാധ്യമാണ്. അതുകൊണ്ടാണ് ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ദൗത്യം ഉപേക്ഷിച്ച് താഴെ വരേണ്ടി വരുന്നത്. ബഹിരാകാശ ഗവേഷണത്തിന്റെ 25 വർഷത്തെ ചരിത്രത്തിൽ ഇതൊരു വലിയ പാഠമാണ്. നമ്മൾ എത്ര വലിയ ടെക്നോളജി, സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചാലും പ്രകൃതിയുടെയും മനുഷ്യന്റെ അവസ്ഥയുടെയും പരിമിതികൾ എവിടെയും വില്ലനാകാറുണ്ട്. അസുഖബാധിതനായ ആ ആസ്ട്രോനോട്ട് ആരായാലും അദ്ദേഹം എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.